ഹലോ, ഇന്ന് നമ്മൾ വളരെ ചെറിയൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടേക്കാണ് പോകുന്നത്. ഇപ്പോൾ ഉള്ളത് ലണ്ടൻ ഗാറ്റ്വിക്ക് എയർപോർട്ടിലാണ്. അവിടുന്ന് നമ്മൾ മറാക്കേഷ് എയർപോർട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഒബ്വിയസ്ലി എവിടേക്കാണ് പോകുന്നതെന്ന് മനസ്സിലായല്ലോ, മൊറോക്കോയിലേക്കാണ് പോകുന്നത്. ഒരു നിറങ്ങളുടെയും ഒരുപാട് സംസ്കാരത്തിൻ്റെയും ചരിത്രത്തിൻ്റെയൊക്കെ ഒത്തിരി ഭാഗമായിട്ടുള്ളൊരു നഗരമാണ് മൊറോക്കോ. അപ്പോൾ അവിടേക്കാണ് പോകുന്നത്. നമ്മൾ ഫ്ലൈറ്റിൽ ഗാറ്റ്വിക്കിൽ നിന്ന് ഏകദേശം 4-4.5 മണിക്കൂർ ട്രാവലുണ്ട്. അപ്പം ഞങ്ങൾ മറാക്കേഷ് എയർപോർട്ടിലേക്കാണ് പോകുന്നത്. പുതിയൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. അപ്പോൾ പുതിയൊരു ദേശത്തിൻ്റെയും അതുപോലെ അവിടുത്തെ നമുക്ക് കിട്ടാൻ പറ്റുന്ന മാക്സിമം പുതിയ അനുഭവങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതാണ്. ഇപ്പം നമ്മളുള്ളത് മൊറോക്കോയുടെ ആകാശത്താണ്. ഞങ്ങൾ മറാക്കേഷ് എയർപോർട്ടിലേക്ക് ലാൻഡ് ചെയ്യാൻ പോവുകയാണ്. അതാണ് ഇത്രയും നല്ലൊരു വ്യൂ കിട്ടുന്നത്. പുറത്തേക്ക് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഓൾറെഡി മൊറോക്കോയുടെ ആ ഒരു ഡെസേർട്ട് വൈബും ഒരു ഗ്രീനറിയൊക്കെ നമുക്ക് കാണാം. ശരിക്കും ഒരു ഭൂപടത്തിലോട്ട് നോക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ ഏകദേശം 10:30 കൂടി എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു. സെക്യൂരിറ്റി ചെക്സൊക്കെ കഴിഞ്ഞു. അപ്പം അതിന് ശേഷം ഞങ്ങൾ കറൻസി എക്സ്ചേഞ്ച് ചെയ്യാണ് ആദ്യം ചെയ്തത്. കാര്യം ഇവിടെ മിക്കവാറും ഷോപ്പുകളിലൊന്നും തന്നെ കാർഡ് അങ്ങനെ അക്സെപ്റ്റ് ചെയ്യത്തില്ല. അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നിട്ട് മൊറോക്കൻ ദിറംസ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് എക്സ്ചേഞ്ച് ചെയ്തു. നമുക്ക് ആവശ്യമുള്ള ക്യാഷ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു സിമ്മും എടുത്തു. ഇവിടെ നെറ്റ്വർക്കൊക്കെ ഭയങ്കര ഇഷ്യൂ ആണ്. അപ്പം ഒരു സിമ്മും എടുത്തിട്ടുണ്ടായിരുന്നു. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഭയങ്കര ചൂടായിരുന്നു. 35°C എബവ് ആയിരുന്നു ടെമ്പറേച്ചർ. പിന്നെ ഞങ്ങൾ എൻ്റർപ്രൈസിലോട്ട് ഒരു കാറ് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നിട്ട് പിന്നെ ബാക്കി സ്ഥലങ്ങളിലേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് കാറ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കളക്ട് ചെയ്യാൻ വന്നതാണ്. ഈ സ്ട്രീറ്റ് ലൈറ്റൊക്കെ നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. അപ്പോൾ ഞങ്ങളുടെ കാറ് കിട്ടിയിട്ടുണ്ട്. കാർ എടുത്തിട്ട് ആകെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു തോന്നിയത്, ഇത് ലെഫ്റ്റ് സൈഡ് ഡ്രൈവിംഗ് ആയിരുന്നു. അപ്പം റൈറ്റ് സൈഡ് ഓടിച്ചുകൊണ്ട് വന്നിട്ട് പെട്ടെന്ന് അത് മാറേണ്ട ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. എനിക്ക് ഇഷ്യൂ ഇല്ലായിരുന്നു, വണ്ടി ഓടിച്ചവർക്ക് പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അവിടുത്തെ പ്രോസസ്സ് കുറച്ചൊരു ലാഗായി പോയായിരുന്നു. അതിനുശേഷം ഞങ്ങൾക്ക് നല്ലപോലെ വിശന്നിട്ടുണ്ടായിരുന്നു. കാരണം ഫ്ലൈറ്റിൽ നിന്നൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഫസ്റ്റ് ഞങ്ങൾ പോകുന്ന സ്ഥലത്തേക്കുള്ളൊരു വഴിയിലുള്ള ഒരു റെസ്റ്റോറൻറ്റിലാണ് ഫുഡ് കഴിക്കാൻ കയറിയത്. ഇതൊരു മൊറോക്കൻ വിഭവമാണ്, ചജീൻ എന്നാണ് പേര്. അപ്പം അതാണ് കഴിച്ചത്. ഇനി ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഇവിടുന്ന് കഴിച്ച ഫുഡ് അതാണെന്ന് തോന്നുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിനി ഞങ്ങളുടെ മെയിൻ ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ്. അഗാഫ ഡെസേർട്ട് ക്യാമ്പാണെന്ന് നമ്മുടെ ലക്ഷ്യം. അപ്പം അങ്ങോട്ടത്തേക്കാണ് പോകുന്നത്. അപ്പം ഇവിടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ക്യാമ്പുകൾ ഇങ്ങനെ കാണാം. അതുപോലെ ക്വാഡ് ബൈക്കിങ്ങിൻ്റെ ആൾക്കാരും പിന്നെ ഇങ്ങനെ ക്യാമൽസൊക്കെ ഒത്തിരി കാണാം. ഈ ക്യാമൽ ഒറിജിനൽ അല്ല കേട്ടോ, കാർഡ്ബോർഡിന് ഉണ്ടാക്കിയാണ്. ഭയങ്കര ഒറിജിനാലിറ്റി തോന്നുന്നില്ലേ ദൂരം നിന്ന് കാണുമ്പോൾ. അപ്പോൾ ഒരുപാട് ക്യാമ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആദ്യം മെയിൻ ഒരു ക്യാമ്പ് കാണുമ്പോൾ ഞങ്ങൾ ആ ഒരു ക്യാമ്പിലേക്കാണ് പോകേണ്ടത് എന്ന് വിചാരിച്ചിട്ട് അവിടേക്കാണ് കയറിയത്. പക്ഷെ നമുക്ക് തെറ്റിപ്പോയി. എനിവേ ഞങ്ങളവിടെ കയറിയിട്ട് അവരോട് വഴിയൊക്കെ ചോദിച്ചു. ഇവിടുത്തെ ആൾക്കാർ കുറച്ചധികം വെൽക്കമിങ് ആണെന്ന് തോന്നുന്നു. അതുപോലെ നമ്മളെ പറ്റിക്കുകയും ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങൾ ആദ്യം വന്ന ക്യാമ്പ്. പക്ഷേ ഇവിടെ അല്ല ഞങ്ങൾ സ്റ്റേ ചെയ്തത്. ഞങ്ങൾ അവരോട് ഞങ്ങൾ ശരിക്കും പോകേണ്ട ക്യാമ്പിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ചോദിച്ച് വിളിച്ചിട്ട് അവിടുന്ന് ഒരാൾ വന്നിട്ട് ഞങ്ങളെ കൂട്ടിക്കൊണ്ട് പോവുകയാണ് ചെയ്തത്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റേഞ്ചൊക്കെ കുറച്ച് ഇഷ്യൂ ഉള്ളത് കൊണ്ട് നമുക്ക് ഡെസ്റ്റിനേഷനൊക്കെ കിട്ടാൻ കുറച്ച് പാടാണ്. ആ മുന്നിൽ പോകുന്ന ആൾ ഞങ്ങളെ വിളിക്കാൻ വന്നതാണ്. അപ്പോൾ അയാൾ ക്വാഡ് ബൈക്കിങ്ങിലാണ് ആ ബൈക്കിലാണ് വന്നത്. അപ്പോൾ അതിലാണ് ഞങ്ങൾ അയാളെ ഫോളോ ചെയ്തിട്ട് നമ്മൾ ഞങ്ങളുടെ ശരിക്കും നമ്മുടെ ക്യാമ്പിലെ സൈറ്റിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ, ഞാൻ ആദ്യമായിട്ടാണ് ഒരു മരുഭൂമിയിൽ വരുന്നത്. അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് എനിക്കുണ്ട്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ആക്ച്വൽ ക്യാമ്പ് സൈറ്റ്. വന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് മൊറോക്കൻ ടീയൊക്കെ തന്നാണ് അവർ വെൽക്കം ചെയ്തിരിക്കുന്നത്. പെട്ടെന്നൊരു മൊറോക്കൻ ടീയൊക്കെ കുടിച്ചപ്പോൾ ശരിക്കും ഒരു ഉണർവ് വന്നിട്ടുണ്ട്. ഇതാണ് അവരുടെ മാപ്പ് കേട്ടോ. അതായത് ഈ ഒരു ക്യാമ്പിൻ്റെ മാത്രം മാപ്പാണ്. ഇനി ഞങ്ങളുടെ ടെൻറ്റിലേക്ക് പോകണം. ഞങ്ങളുടെ നമ്പർ 47 ആയിരുന്നു. പോകുന്ന വഴിക്കൊക്കെ നല്ല ക്ലീനായിട്ട് നല്ല ഭംഗിയായിട്ടെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ റൂമിലേക്ക് കയറി. ചുമന്ന വെട്ടമായിരുന്നു കേട്ടോ. അതുപോലെ നല്ല ചൂടുമായിരുന്നു. എനിവേ വന്ന പാടെ ഞങ്ങൾ നേരെ ഉറങ്ങുകയാണ് ചെയ്തത്. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. ഇങ്ങനെ ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റപ്പോൾ കണ്ട കാഴ്ചയാണിത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മനോഹരമായിട്ടൊരു ദൃശ്യമായിരുന്നു. ഈ ഇരുട്ടിലിങ്ങനെ നേരെ നിറയായിട്ട് കൊളുത്തി വെച്ചിരിക്കുന്ന ഈ വിളക്ക് കാണുമ്പോൾ ഒരു ഡ്രീം വേൾഡിൽ പോയൊരു ഫീലായിരുന്നു എനിക്ക്. പണ്ട് ബാലരമയൊക്കെ വായിക്കുമ്പോൾ എവിടെയോ വായിച്ച് കേട്ടിട്ടുള്ളൊരു സ്ഥലം പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇവിടെ പ്രത്യേകത എന്ന് വെച്ചാൽ വേറെ ഒരു ലൈറ്റും ഇല്ല. ഒള്ളി ഈ റാന്തൽ പോലെ ഈ മണ്ണുകൊണ്ടുണ്ടാക്കിയ ഒരു വിളക്കാണ്. അതിനകത്ത് എന്തോ ബൾബാണ് വെച്ചേക്കുന്നത്. ബട്ട് സ്റ്റിൽ അത് ഭയങ്കര ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ടെൻറ്റിലേക്ക് പോകുമ്പോൾ വഴിയിൽ നിരത്തി വെച്ചിരുന്ന ഇതാണ്. പക്ഷേ ഇതിങ്ങനെ കത്തിക്കുമ്പോൾ ഇത്രയും ഭംഗിയുണ്ടായിരിക്കും എന്ന് വിചാരിച്ചില്ല. അപ്പോൾ ഞങ്ങൾ ഡിന്നറിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. ഞങ്ങളുടെ ടേബിൾ ഓൾറെഡി അവിടെ റെഡി ആയിരുന്നു. ഓൾറെഡി പല 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 സ്ഥലത്തു നിന്നുള്ള ആൾക്കാരെല്ലാം ഈ ഒരു ക്യാമ്പിലുണ്ട്. ഇത്രയും ആൾക്കാരെ ഇവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് സത്യം പറഞ്ഞാൽ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത്. അത്രയ്ക്ക് ആൾക്കാരുണ്ടായിരുന്നു.
പിന്നെ എന്താ പറയുക, ഞങ്ങൾക്ക് അവരിങ്ങനെ 4 കോഴ്സ് മീലായിരുന്നു തോന്നുന്നു. അപ്പം ഓരോന്നും അവർ ഭയങ്കര നന്നായിട്ടാണ് ഓർഗനൈസ് ചെയ്തത്. നമുക്ക് ഒരിക്കലും ബോറടിക്കാതെ നമ്മൾ നല്ലപോലെ എൻഗേജ് ചെയ്യിച്ചാണ് അവരെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരുപാട് ഫുഡും കാര്യങ്ങളൊക്കെ സെർവ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് എൻ്റർടൈൻമെൻറ്റ് തിങ്സും അവർ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെടുത്ത് പറയാതിരിക്കാൻ വയ്യ, അതുപോലെയായിരുന്നു. അപ്പോൾ ആദ്യം മൊറോക്കൻ സൂപ്പാണ് നമുക്ക് കൊണ്ട് തന്നിട്ടുള്ളത്. ഭയങ്കര നല്ല ടേസ്റ്റായിരുന്നു. അങ്ങനെ ഒരു മോശം ടേസ്റ്റായിട്ടൊന്നും തോന്നിയില്ല. നമ്മൾ ചിലപ്പം വേറെ സ്ഥലത്തൊക്കെ പോയി ഓരോന്ന് കഴിക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടില്ലല്ലോ, അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. എന്തോ വെജിറ്റബിൾ അങ്ങനത്തെ ഒരു ടൈപ്പായിരുന്നു. എനിവേ നല്ല അടിപൊളിയായിരുന്നു. അപ്പം ഇങ്ങനെ പിന്നെ അവരുടെ പരിപാടികളിലേക്കൊക്കെ കിടന്നു. ഇങ്ങനെ പാട്ട് പാടി ആദ്യം ഒരു സോങ് ആയിരുന്നു. പുള്ളി നമ്മളെ മാക്സിമം എൻഗേജ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഇതൊരു ആഫ്രിക്കൻ കൺട്രിയാണ്, എന്നാലും ഇവിടുത്തെ മെയിൻ ഭാഷ അറബും പിന്നെ ഫ്രഞ്ചൊക്കെയാണ് കൂടുതൽ സംസാരിക്കുന്നത്. ഞാനെൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഡെസേർട്ട്സ് ക്യാമ്പിൽ സ്റ്റേ ചെയ്യുന്നത്. അപ്പം അതിൻ്റേതായിട്ടുള്ളൊരു എക്സൈറ്റ്മെൻറ്റും പിന്നെ എല്ലാ കാര്യത്തിലും പുതുമയും അതുകൊണ്ട് എനിക്ക് സ്പെഷ്യലായിട്ടുണ്ടായിരുന്നു. മാക്സിമം നമ്മൾ എൻജോയ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കും മറക്കും ഒക്കെ നമുക്കിങ്ങനെ എഴുന്നേറ്റ് പോവുകയും വരികയൊക്കെ ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ 4 കോഴ്സ് മീലിൻ്റെ ലാസ്റ്റ് സെക്ഷനാണിത്. ഞാൻ ആദ്യമായിട്ടാണ് ഈ റാന്തലിൻ്റെ വെട്ടത്തിലൊക്കെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നത്. പണ്ട് കറണ്ട് പോകുമ്പോൾ കഴിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, പക്ഷേ റാന്തലിൻ്റെ വെട്ടത്തിൽ ഇരുന്ന് ആദ്യമായിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. അതൊക്കെ ഭയങ്കര ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പോൾ ഈ കാണുന്ന പോലത്തെ എന്താ പറയുക തീ കൊണ്ടുള്ള അഭ്യാസം, പിന്നെ ബെല്ലി ഡാൻസ്, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ഇടയ്ക്കും മറക്കൊക്കെ വരുന്നുണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞതുപോലെ ഇടയ്ക്കൊക്കെ ഞങ്ങളെ അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കാൻ വേണ്ടി എഴുന്നേൽപ്പിക്കുന്നുണ്ടായിരുന്നു. സോ എല്ലാമൊന്നും ഞാനിതിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല, പക്ഷേ എനിക്ക് എടുക്കാൻ പറ്റുന്ന മാക്സിമം ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ തീ വായിലാക്കിയിട്ട് തുപ്പുന്നത് പണ്ട് ഞാൻ നമ്മുടെ അമ്പലത്തിൽ ഉത്സവത്തിന് പോകുമ്പോൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ പുള്ളി ഇങ്ങനെ തുപ്പിയതൊന്നുമില്ല. എനിക്ക് തോന്നുന്നു ടെൻറ്റ് ഇങ്ങനെ തുണി കൊണ്ടിട്ടാണ് എൻ്റെ മേൽക്കൂരയും എല്ലാ സൈഡും ഉള്ളത്. ഇനി അതിലെങ്ങാനും തീ പിടിച്ചല്ലെന്ന് വിചാരിച്ചിട്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർ ഭയങ്കര നന്നായിട്ട് ഓർഗനൈസ് ചെയ്തു എന്ന് പറഞ്ഞുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് കണ്ടോ, ഏറ്റവും ലാസ്റ്റ് അവർ ഞങ്ങൾ പുറത്തേക്ക്, ഞങ്ങൾ പോലും അറിയാതെ കൊണ്ടുപോയി എന്ന് വേണം പറയാൻ, ഒരു ഭാഗമായപ്പോഴത്തേക്ക് അവർ ഞങ്ങളെ പുറത്തേക്ക് ഇങ്ങനെ ഒരു പാട്ടൊക്കെ ഇട്ട് ഒരു ഫയർ വർക്കൊക്കെ ആയിട്ട് പുറത്തേക്കാക്കി. ആ സമയം അവരവിടെ ഫുള്ള് ക്ലീൻ ചെയ്ത് സെറ്റിൽ ചെയ്ത് കേട്ടോ. ലാസ്റ്റ് കേട്ട പാട്ട് മാത്രമേ എനിക്ക് പരിചയം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിന് ശേഷം ഞങ്ങൾ ഇങ്ങനെ ഒരു ക്യാമ്പ് ഫയർ പോലൊക്കെ സെറ്റ് ചെയ്തിട്ട് രാത്രി മുഴുവൻ ഇവിടെ വൈബ് ചെയ്യാനുണ്ടായിരുന്നത്. അപ്പം ഇനിയുള്ള വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം. ടാറ്റാ, ബൈ ബൈ.